മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എണീറ്റതേ ഉള്ളൂ. മക്കൾക്ക് സ്കൂളിൽ പോകണം. നമുക്ക് വീഡിയോ കാണാം. മക്കൾ രണ്ടും നല്ല ഉറക്കമാണ്. രാവിലത്തെ ഫുഡ് പരിപ്പ് കറിയും അപ്പവുമാണ്. അതിനുള്ള സാധനങ്ങളാണ്: പരിപ്പ് കുക്കറിലോട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ടിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഉപ്പും എല്ലാം കൂടെ ഇട്ട് വേവിച്ചെടുക്കാം. ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. പരിപ്പ് നമുക്ക് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും പെരുംജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം അപ്പത്തിനുള്ള മാവ് നമ്മൾ തലേന്ന് അരച്ചെടുക്കണം. അതിലേക്ക് ഉപ്പും സോഡാപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തൂത്ത് നമുക്കതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പം അതിന് മാവ് ഒഴിച്ച് അവിടെ അടച്ച് വെച്ചിട്ട് നമുക്ക് പരിപ്പ് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പതച്ചെടുത്താൽ മതി. തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ കൊള്ളത്തില്ല. പതഞ്ഞ് അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകും മുളക് പൊടിയും മല്ലിപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമ്മുടെ പരിപ്പ് കറി. അത് ചൂടാക്കിയതിന് ശേഷം ഇന്ന് റിച്ചുവിന് സ്കൂളിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് റിച്ചു സ്കൂളിൽ പോകുന്നത്. അന്നേരം ഇന്ന് ബ്രേക്ക് കൊടുത്തു വിടണം. ഞാൻ 2 അപ്പം വെക്കുന്നുണ്ട് റിച്ചുവിന്. അപ്പവും പരിപ്പ് കറിയാണ് ഞാനിന്ന് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. ഇന്ന് ഉച്ച വരെയുള്ളൂ. വലിയ കുട്ടികൾക്ക് പരീക്ഷ ആയതുകൊണ്ട് അവർക്ക് ഇന്ന് ഉച്ച വരെയുള്ളൂ. അതിനുശേഷം അപ്പം എല്ലായിടത്തും ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റിച്ചുകൂട്ടന് അപ്പം കൊടുക്കാമെന്ന് ഓർത്ത് ഞാൻ അപ്പം എടുത്തുകൊണ്ട് ചെന്നപ്പോൾ അവൻ പറഞ്ഞ് അവനിക്ക് ഇന്ന് തനിയെ തിന്നും. അങ്ങനെ പുള്ളിക്കാരൻ സ്വന്തമായിട്ടിരുന്ന് കഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുളിക്കാൻ വിളിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ കയറിയിച്ചിരിക്കുക, വരുന്നില്ല സ്കൂളിൽ. കുറേ ദിവസമായില്ലേ പോകട്ടെ, അതിൻ്റെ ഒരു മടിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഞാൻ കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരവും വിഷമിച്ചിരിക്കുക, പോകുന്നില്ല ഉമ്മയും കൂടെ വരണമെന്ന് പറഞ്ഞ്. അങ്ങനെ സങ്കടം കണ്ട മുഖത്ത് ഒരുങ്ങിയെല്ലാം നിൽപ്പുണ്ട്. അന്നേരം ഞാനും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും കൂടെ പോകാനെല്ലാം ഒരുങ്ങുവാണ്. നമ്മൾ പോകാൻ വണ്ടിയിലോട്ട് കയറുവാണ് സ്കൂളിൽ. ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ആയതുകൊണ്ട് ഒരു നിർബന്ധം ഞാനും കൂടെ ചെല്ലണമെന്ന്. അങ്ങനെ ഞാനും കൂടെ ഇയാൾ ഫ്രണ്ടിൽ കയറാൻ ഞാൻ പറഞ്ഞത് കാരണം ഫ്രണ്ടിലാണ് കയറുക. ഇത് ഞങ്ങളങ്ങോട്ട് പോകാം. സ്കൂളെത്തിയപ്പോൾ പ്രാർത്ഥന ആയത് കാരണം ഞങ്ങൾ വെളിക്ക് നിൽക്കിയതുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് അകത്തോട്ട് പോകുന്നുണ്ട്. ഇത് ഞാൻ റിച്ചുകൂട്ടനെ ക്ലാസ്സിലോട്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ റിച്ചുകൂട്ടനെ ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആ സ്കൂളിൻ്റെ ഭാഗത്ത് തന്നെ ഒരു അമ്പലം അറിയാതെ കല്യാണം തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലോട്ട് പോകാം. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കിളിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത്